നമസ്കാരം, ഞാൻ രശ്മി. തനിമ എക്സ്ക്ലൂസീവ്. അലക്ഷ്യമായി എത്തിയ കാർ ഓട്ടോയിലിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. പൂവച്ചൽ ഉണ്ടപ്പാറ സ്വദേശി റഫീഖ് 49 വയസ്സാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന നെടുമങ്ങാട് വേങ്കവിള അരകല്ലത്ത് സ്വദേശിയായ സുധീഷ്, സഹയാത്രികനായ അമ്പലത്തിൻകാല സ്വദേശി രാജേഷ് എന്നിവരെ സംഭവസ്ഥലത്തു നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. നെടുമങ്ങാട് നിന്നും അമ്പലത്തിൻകാലിലേക്ക് ഇവർ പോകുകയായിരുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പൂവച്ചൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് പുറകിലാണ് കാർ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ മറിയുകയും ഓട്ടോ ഡ്രൈവർ തെറിച്ച് സമീപ മതിലിലിടിച്ച് നിലം പതിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റാണ് റഫീഖ് മരിച്ചത്. റഫീഖിന്റെ മൃതദേഹം ഇപ്പോൾ നെയ്യാർ മെഡിസിറ്റി ആശുപത്രിയിലാണ്. കാറിനകത്തു നിന്നും മദ്യക്കുപ്പികൾ കണ്ടെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്യും. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഈ മരിച്ച റഫീഖ് എന്ന് പറയുന്ന ആള് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലെ അംഗം കൂടിയാണ്. വളരെ മാന്യനായ ഒരു യുവാവും നല്ല ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഒരു പരസഹായിയാണ്. എല്ലാവരെയും പാവപ്പെട്ട ആളുകളെയൊക്കെ സഹായിക്കാനും ഒക്കെ സൗജന്യമായിട്ട് തന്നെ ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും അവർക്ക് കൂട്ടിരിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൗജന്യമായൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ളൊരു മനുഷ്യസ്നേഹിയായ മനുഷ്യനാണ്. എന്തായാലും ഒരു ദാരുണമായ സംഭവമാണ്. അതിദാരുണമാണ് ഇന്ന് നടന്ന സംഭവം. അദ്ദേഹം ഒരു യാത്ര വന്ന് ഓട്ടോറിക്ഷയിൽ വന്നയാള് ബാങ്കിലേക്ക് കയറുന്ന ആ ഗ്യാപ്പിലാണ്, ഓട്ടോറിക്ഷ ഒതുക്കിയിട്ടിരുന്ന ആ ഗ്യാപ്പിലാണ് സമയത്താണ് യാദൃച്ഛികമായ ഒരു വാഹനം വന്ന് ഇടിക്കുന്നത്. അപ്പോൾ ഒരാള് അമ്പലത്തിൻകാല സ്വദേശിയാണ്. ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി പോയി. ആ പൂവച്ചൽ ജംഗ്ഷന് സമീപത്താണ്, തൊട്ട് ജംഗ്ഷന് ഏകദേശം ഒരു 50 മീറ്റർ അടുത്താണ് ഈ സംഭവം നടന്നത്. വാഹനം നല്ല വേഗതയിലായിരുന്നു, അമിത വേഗതയിലായിരുന്നു എന്നാണ് കണ്ടുകൊണ്ടിരുന്ന ദൃക്സാക്ഷികളൊക്കെ പറയുന്നത്. അപ്പൊ എന്തായാലും അവിടെ കുറെ നിയന്ത്രണങ്ങൾ ഈ കാര്യത്തിൽ പോലീസിന്റെയും PWD ഭാഗത്തു നിന്ന് അതിന്റെ ദിശാസൂചക ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് അത്തരം അമിത വേഗത നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുമാത്രമല്ല, അവിടെ ഇതേപോലെ സമാനമായി സംഭവിക്കാനിടയുള്ള ചില സംഭവങ്ങൾ സ്കൂൾ വിടുന്ന സമയത്ത് അമിത വേഗതയിൽ ബൈക്കുകൾ ചീറിപ്പാഞ്ഞു പോകുന്ന സംഭവമുണ്ട്. പോലീസിന്റെ ശ്രദ്ധയിൽ അത് പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വലിയ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. പലരും നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കുകൾ ഉൾപ്പെടെ അമിത വേഗത്തിൽ അതുവഴി പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ നമ്മുടെ CAയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു റോഡ് അവലോകന യോഗത്തിൽ ഈ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ ശ്രദ്ധ അക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത്തരം ഒരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ അതിന്റെ ബന്ധപ്പെട്ട പോലീസിന്റെയും ഒക്കെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കൂൾ വിടുന്ന സമയമായിരുന്നു എന്നുള്ളതും നമ്മുടെ CCTV നോക്കുന്ന സമയത്ത് സ്കൂൾ കുട്ടികൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പോകുന്നതും അതുപോലെ തന്നെ തൊട്ടടുത്ത് കളിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഈ ഓട്ടോയിൽ ഇടിച്ചത് കൊണ്ട് വലിയ അപകടം ഒഴിവായി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും. കാരണം ഈ 2 സ്കൂളുകളാണ്. UP സ്കൂളുണ്ട്, തൊട്ട് അടുത്ത് ഹൈസ്കൂളുണ്ട്. ഈ 2 സ്കൂളിലേക്കും വരുന്ന പൂവച്ചൽ ജംഗ്ഷൻ, ഉണ്ടപ്പാറ, ആലമുക്ക് ഭാഗത്തേക്കുള്ള കുട്ടികളെല്ലാം നടന്നാണ് ആ വഴി വരുന്നത്. അപ്പൊ അതൊരു വലിയ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. അപ്പൊ അതിന് അടിയന്തരമായിട്ടുള്ള നിയന്ത്രണം ആ കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സൂചിപ്പിച്ചതുപോലെ ഈ പൂവച്ചലിന് ഇങ്ങോട്ട് നീങ്ങുന്നത് ഒരു അടിയന്തരമായി തന്നെ ഇടപെടൽ നടത്തി സ്പീഡ് ബ്രേക്കർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടത്തേണ്ട ആവശ്യകത മുന്നിലാണെന്ന് തോന്നുന്നത്. തീർച്ചയായും സ്പീഡ് ബ്രേക്കർ അവിടെ ഉണ്ട്, UP സ്കൂളിന് അടുത്തുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും അതിന് ആവശ്യമായിട്ടുള്ള ലൈറ്റും മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. അതിന്റെ മാർക്കിംഗ് സംവിധാനങ്ങളെല്ലാം പോയിട്ടുണ്ട്. അതേപോലെ തന്നെ പുന്നാങ്കരിക്കകത്ത് 1 മാസത്തിന് മുമ്പാണ് ഒരു കാർ തോട്ടിലേക്ക് മറിഞ്ഞത്. ഇതേ സമാന സ്വഭാവമാണ്. തോട്ടിലേക്ക് മറിഞ്ഞ അമിത വേഗത്തിൽ വന്ന് വലതുവശത്തുള്ള തോട്ടിലേക്കാണ്, ഇടതുവശത്ത് കൂടി പോകേണ്ട വാഹനം വലതുവശത്തുള്ള തോട്ടിലേക്ക് മറിഞ്ഞു പോകുന്ന സ്ഥിതിയിലേക്ക് വന്നു. അങ്ങനെ ആ പ്രദേശം തന്നെ ഒരു പൂവച്ചൽ കാട്ടാക്കട കിഴക്കുള്ള പ്രദേശം അപകടം ധാരാളം നടക്കുന്ന സ്ഥലമാണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ.